ഹായ് ഫ്രണ്ട്സ്, ഈ മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാണുന്നത് ഞങ്ങളെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം മേടിച്ച ചോക്ലേറ്റാണ്. ഇങ്ങനെ ബോൾ പോലത്തെ ചോക്ലേറ്റ് കണ്ടപ്പോൾ നല്ല രസം തോന്നി. പക്ഷെ ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ അത്ര താല്പര്യമൊന്നും തോന്നിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോളിൻ്റെ ഉൾവശത്ത് നട്ട്സോ അതുപോലെ വൈറ്റ് ചോക്ലേറ്റോ ഒന്നുമില്ല. വെറുതെ ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ എടുത്തിട്ട് ഒരു ബോളാക്കിയിട്ട് വെക്കുന്ന രീതിയിൽ ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ അത് മാത്രമല്ല, നമ്മളിത് കഴിച്ച് കഴിയുമ്പോഴേ വായിൽ നമുക്കിങ്ങനെ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റാണ് ഇത് കഴിച്ചപ്പോൾ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് പിള്ളേരാണെങ്കിൽ ഇതിങ്ങനെ കഴിക്കണമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ബ്രൗണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബ്രൗണി കേക്കില്ലേ, അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ബ്രൗണി കേക്ക് ഉണ്ടാക്കാൻ എന്തായാലും നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് വേണം. അപ്പോൾ ഈ ചോക്ലേറ്റ് വെച്ചിട്ട് ബ്രൗണി കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ബ്രൗണി കേക്ക് ഉണ്ടാക്കി അത് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് ബട്ടറൊക്കെ ഇട്ട് മെൽറ്റ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര ഒരു 1/2 കപ്പ് പൊടിച്ച് മിക്സ് ചെയ്തു. പിന്നെ ഒരു 3/4 കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഒരു നുള്ളു ഉപ്പ്, ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഓവർ മിക്സിങ് വേണ്ട. പിന്നെ ഇതിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന പോലെ ലൂസൊന്നുമല്ല, ഇത്തിരി തിക്കായിട്ട് വേണം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്ത ശേഷം ആ സമയത്ത് നമ്മുടെ ഓവൻ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനിത് വെച്ചു. അപ്പോൾ സ്ക്വയറിലാണ് ഞാൻ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ എന്ത് നട്ട്സ് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഞാനത് എനിക്ക് പിള്ളേർക്ക് അങ്ങനെ നട്ട്സ് കടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മുകളിൽ മാത്രം ഞാൻ ബദാമിൻ്റെ നട്ട്സ് ഇട്ടിട്ട് അങ്ങനെ ഇത് ബേക്ക് ചെയ്ത് വന്നു. അപ്പോൾ ആദ്യം യൂട്യൂബിൽ നോക്കുമ്പോഴേ ഈ ബ്രൗണി കേക്ക് വരുമ്പോൾ അതിന് മുകൾ വശം ഇങ്ങനെ വിണ്ട് കിടക്കണ പോലെ കാണുമ്പോഴേ ഞാൻ ഇതെന്താ ഇങ്ങനെയെന്ന്. പക്ഷേ അങ്ങനെ വിണ്ട് കിടന്നാലും ഈ കേക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടാ. അതായത് നമ്മളിത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് ചൂടാറിയിട്ട് ഇങ്ങനെ മുറിച്ച് കടിക്കുമ്പോഴില്ലേ അതിങ്ങനെ ഉള്ളിൽ വേവാത്ത പോലെ തിന്നും. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വൈറ്റ് ബ്രൗണി കേക്ക് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഇനി ഡാർക്ക് കോമ്പൗണ്ട് വെച്ച് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ചോക്ലേറ്റ് വന്നപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ വെച്ചിട്ട് കഴിക്കാൻ വായിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഈ ബ്രൗണി കേക്ക് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.